ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. ഈ ടി ഫാമിലി അവരുടെ ഒരു വീഡിയോ റീസെൻ്റ്ലി വന്നു. അപ്പം അതിനകത്ത് ആ ഒരു വീഡിയോ വന്നതിന് ശേഷം അനുകൂലിച്ചും പ്രതികൂലിച്ചും അവരുടെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എന്താണ് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക. പിന്നെ ഒരാളുടെ ലൈഫിൻ്റെ അകത്ത് ആരും ഇപ്പം മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിൽ ഇപ്പം വൈഫ് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സമയത്തുണ്ടാകുന്ന ടെൻഷൻ, പെയിൻ, മറ്റുള്ള കാര്യങ്ങൾ കയ്യും കാലൊന്നും ആടത്തില്ല അല്ലേ. സോ ഇതാണ് സംഭവം. ഇപ്പോൾ ഇതിനകത്ത് ഷെമി പ്രസവിച്ചു, പെൺകുഞ്ഞായിരുന്നു. ഓക്കെ, പ്രസവത്തോടെ കുഞ്ഞ് മരിച്ചു. ടി ഫാമിലി യൂട്യൂബ് ചാനൽ ഷെമിയെയും ഷഫിയെയും എല്ലാവർക്കും അറിയാമായിരിക്കും. ഷെമിക്ക് ആദ്യ വിവാഹത്തിൽ 3 കുട്ടികളുണ്ട്. ഡിവോഴ്സായിരിക്കുന്ന സമയത്താണ് ഷെഫിയെ പരിചയപ്പെടുന്നത്. ഷെഫിയേക്കാൾ 10 വയസ്സിൽ കൂടുതൽ മൂത്തതാണ് ഷെമി. 40 വയസ്സ് കഴിഞ്ഞു. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് റീൽസും വ്ളോഗ്സും ഒക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു. 4 വയസ്സുള്ള മോളുണ്ട്. ഇതിനിടയിൽ ഷെമി വീണ്ടും ഗർഭിണിയായി. ആ കുഞ്ഞാണ് ഇപ്പോൾ പ്രസവത്തിൽ മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കണ്ടത്, ഷോർട്ട് കിടപ്പുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് 40 വയസ്സും ഹസ്ബൻഡിന് പ്രായം കുറവെന്നുള്ള കാര്യം ഒരു വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടോ, നല്ല മനസ്സാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആണെങ്കിൽ അതിനകത്ത് വയസ്സെന്നുള്ള കാര്യം ജസ്റ്റ് നമ്പർ, അതിനപ്പുറത്തൊന്നുമില്ല. അല്ലാതെ വയസ്സ് കുറഞ്ഞാൽ അല്ലെങ്കിൽ വയസ്സ് കൂടിയാൽ ആണിന് വയസ്സ് കുറഞ്ഞിരുന്ന പ്രശ്നമാണോ, അല്ലെങ്കിൽ ആണിന് വയസ്സ് കൂടി തന്നെ ഇരിക്കണം, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ കുറേ സങ്കല്പങ്ങളാണ്. അതിൻ്റെ പിന്നിൽ വേറെ കുറേ കഥകളൊക്കെ ഉണ്ട്. നമുക്കതിൽ സംസാരിക്കാനുള്ള വിഷയമല്ല. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്ന വീഡിയോ, അദ്ദേഹം സംസാരിക്കുന്ന എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ വെച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം വന്നു. നോമ്പ് സമയമാണ്. ഓക്കെ, കേൾക്കാം എന്താ പറയുന്നത്. ഒരു വിളിച്ച സമയത്ത് അത്ര ഒരു നല്ലൊരു റിസൾട്ട് ആവാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ പിന്നെ ഷെമിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഞാൻ വീഡിയോ ഒന്നും എടുക്കാനോ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിന്നില്ല. ചെറിയൊരു പ്രശ്നം ഉള്ളതുപോലാണ് ഓരോ സംസാരത്തിലേക്ക് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ എന്താക്കുന്ന, ഷെമിനെ അവിടെ ഇറക്കി. പിന്നെ റോല് പറഞ്ഞ ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്ത് ഡോക്ടർ ചെറിയ പരിപാടിയിലാന്ന് പറഞ്ഞ സമയത്ത് ഏതായാലും ഞാൻ കാറ് പാർക്ക് ചെയ്യുകയാണ്. കാർ അവിടെ ഇട്ടെ. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനില്ല. കാരണം ഓരോരുത്തരുടെ ജീവിതം അവരവർ ജീവിക്കേണ്ടതാണ്. അതിനകത്ത് വേറെ ഇങ്ങനെ ചെയ്യാവൂ അങ്ങനെ ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. ഈ പ്രായാധിക്യത്താൽ നമ്മൾ ഗർഭധാരണം നടത്തുന്ന സമയത്ത് ഏജിങ്ങിൻ്റെ അഥവാ പ്രായത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളാൽ ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പം അങ്ങനെ റിസ്ക് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ മിക്കതും ഒരു കുട്ടിയെ ലഭിക്കാനുള്ള സാധ്യതയും ചാൻസസൊക്കെ വളരെ റിസ്ക്കാണ്. അതുപോലെ തന്നെ ആ അമ്മയ്ക്കും അത് റിസ്ക്കാണ്. അത് പ്രായത്തിൻ്റെ കാരണം ഒരു സ്ത്രീക്ക് അവരുടെ ആർത്തവ വിരാമം ഒരു സ്റ്റാർട്ട് തുടങ്ങുന്നത് പ്രീ മെനിപ്പോസിസ്, അതായത് മെനിപ്പോസിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം. അതായത് ആർത്തവ വിരാമം, അതായത് ആ സ്ത്രീയുടെ ഫെർട്ടിലിറ്റി എന്നുള്ളൊരു സാധനത്തിൻ്റെ ഒരു സ്റ്റോപ്പ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ആർത്തവം അറിയാമല്ലോ, മെൻസ്ട്രേഷൻ്റെ ആ ഒരു സംഭവം നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്ന മുമ്പായിട്ട് കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന അറൗണ്ട് 40 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും മിക്ക സ്ത്രീകളിലും കണ്ടു തുടങ്ങും. അപ്പം ആ സമയത്ത് ഒരു ക്യാരിയിങ് സ്റ്റേജിലും കൂടെ വന്നു കഴിയുമ്പോഴേക്കും ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരുപാട് ഹോർമോണൽ ഇംബാലൻസും ഒരുപാട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പിന്നെ ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യുക, ആ ക്യാരി ചെയ്ത കുഞ്ഞിനെ നന്നായിട്ട് അത് വളർന്നു വരിക എന്നുള്ള കാര്യമൊക്കെ ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഡോക്ടറൊക്കെ അഡ്വൈസ് ചെയ്യും. അതൊക്കെ നിങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ വളരെ പ്രായം ചെന്നവരും പ്രസവിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ പല കണ്ടീഷൻസാണ്, എല്ലാവർക്കും ഇങ്ങനെ ലഭിക്കണമെന്നില്ല. വളരെ റെയറായിട്ടൊക്കെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവരിത് മനസ്സിലാക്കിയെടുത്തോളം 40 വയസ്സിന് മേളിൽ പ്രായം, 40 വയസ്സോ അതിന് മേളിലോ പ്രായം ഉള്ളൊരു ലേഡിയാണ്. സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ വേണം ആ കുഞ്ഞിനെ ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അവർക്ക് 3 കുട്ടികൾ ഓൾറെഡി ഉണ്ട് എന്ന് പറയുന്നു. അപ്പം ഇപ്പോൾ ഒരു കുട്ടിയെ ഇവരുടെ ദാമ്പത്യത്തിൻ്റെ അകത്ത് ഒരു കുഞ്ഞും കൂടെ ജനിക്കണം എന്നുള്ള സന്തോഷം കൊണ്ട് അവർ ചെയ്തതായിരിക്കാം, മേ ബി മുന്നോട്ട് പോയതായിരിക്കാം. പക്ഷേ റിസ്ക് ആണെന്ന് ഡോക്ടേഴ്സൊക്കെ പാർക്കിങ്ങിലേക്ക് വന്നപ്പം ഏതായാലും എന്നാൽ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാനൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും വരാതിരിക്കട്ടെ. പിന്നെ നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാലും സത്യം പറയുകയാണെങ്കിൽ അത് നേരിടാനുള്ള ആ ഒരു ചങ്കുറപ്പും. ഞാൻ നിങ്ങളെല്ലാവരും വിശ്വാസികളായിരിക്കും, വിശ്വാസികളായിരിക്കാം. നമ്മൾ സത്യം പറഞ്ഞാൽ താൻ പാതി ദൈവം പാതി എന്നുള്ള, നമുക്ക് ദൈവത്തിനെ വിളിക്കാം, നമുക്ക് ദൈവങ്ങളെല്ലാം നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇതെല്ലാം കൊണ്ട് പക്ഷേ ദൈവം നമുക്ക് നേരിട്ടൊന്നും എല്ലാം ചെയ്തു തരത്തില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. അത് നമ്മൾ തന്നെയാണ്. ഇപ്പം അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന ഞാനൊരു മതത്തിനെയോ അല്ലെങ്കിൽ ഒന്നിനെ കൂട്ടുപിടിച്ച് പറയുന്നില്ല. നമ്മൾ തന്നെയാണ് എല്ലാം ശരിക്കും പറഞ്ഞത്. നമ്മുടെ ചിന്തകൾ തന്നെയാണ് ദൈവം, നമ്മുടെ പ്രവൃത്തി തന്നെയാണ് ദൈവം, നമ്മുടെ കർമ്മം തന്നെയാണ് ദൈവം, ഇല്ലേ?
അതുപോലെ നമ്മളിപ്പം എല്ലാം ഈശ്വരൻ വന്ന് നമുക്ക് എങ്കിൽ പിന്നെ ഇവിടെ മരണങ്ങൾ നടക്കത്തില്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാം. അങ്ങനെ അതല്ല ദൈവത്തിൻ്റെ പണി. അഥവാ ദൈവം എന്നല്ല സാധനം ഉണ്ടെങ്കിൽ, എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതല്ല എൻ്റെ പണി. സോ ഇവിടെ ഓക്കെ, അദ്ദേഹം വിശ്വാസത്തോടെ പറയുകയാണ്, ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആലോചിച്ചിട്ടല്ലല്ലോ നമ്മൾ പോകുക. പോസിറ്റീവ് എന്ത് നെഗറ്റീവിലും നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്കും പോകുക. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും രീതിയിൽ നല്ലൊരു റിസൾട്ട് ആവണേ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ച്, ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഏതായാലും നിൽക്കുന്നത്. പിന്നെ ഏതായാലും ഇപ്പോൾ നിങ്ങളടുത്ത് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങളോട് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. കാരണം നിങ്ങളൊക്കെ പ്രാർത്ഥന സത്യം പറയുകയാണെങ്കിൽ ഞാനായാലും ക്ഷമിയായാലും നമുക്ക് ക്ഷമിക്കൊക്കെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഈ സബ്സ്ക്രൈബേഴ്സ് പ്രാർത്ഥിച്ചാൽ, ഇപ്പം ഈവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചാൽ നന്നാവുകയാണെങ്കിൽ അത് ഈ ഒരു സാഹചര്യത്തിലൊക്കെ ആ ഒരു പ്രാർത്ഥന ആണോ? ഡോക്ടേഴ്സ് അവരുടെ കയ്യിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. പ്രാർത്ഥന ശരിക്കും നമുക്ക് ആത്മധൈര്യം നൽകുന്നൊരു കാര്യം തന്നെയാണ്, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. ബട്ട് അദ്ദേഹം എന്തുകൊണ്ട് ഇത് ചാനലിൽ കൂടെ ഒന്ന് പബ്ലിക്കിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു എന്നുള്ള കാര്യം ചിലപ്പോൾ ആളുടെ ആ ഒരു അവസ്ഥ ആയിരിക്കാം, ചിലപ്പോൾ വേദന വിഷമം ഉണ്ടാക്കാനുള്ള സാഹചര്യം കൊണ്ടായിരിക്കാം മേ ബി, അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് സത്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ കുറച്ചെങ്കിലും സന്തോഷം കിട്ടണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറച്ച് ആൾക്കാർ നമ്മളെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാരുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി എന്താ പറയുക അത്രയും സ്നേഹം തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പെട്ടെന്ന് വിളിച്ച സമയത്ത് ഞങ്ങളുടെ പത്തിരി കാര്യങ്ങളൊക്കെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം എന്തായി തീരുന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എൻ്റെ 2 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് സത്യം പറയാമല്ലോ, ഈ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ കയ്യും കാലൊക്കെ വിറച്ചിട്ട് നമുക്ക് അറിയത്തില്ല. കാരണം ഒന്നാമത് ഈ വയറിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞ് അത് എങ്ങനെയാണത് പുറത്ത് വരുമ്പോൾ ഉണ്ടാവുക എന്നുള്ളൊരു ആകാംക്ഷ ഭയങ്കരമാണ്. രണ്ടാമത് ഈ കുട്ടിക്ക് ഈ സമയത്ത് പ്രസവിക്കുന്ന സമയത്ത് പ്രസവിക്കുന്ന ആ ഒരു സ്ത്രീ, അഥവാ എൻ്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതാണ്, എൻ്റെ ഭാര്യ 2 കുഞ്ഞുങ്ങളെ ജന്മം നൽകുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ, അവർക്കുണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങൾ, ഇതെല്ലാം ആ സമയത്ത് നമ്മുടെ തലയിൽ കൂടെ 100 കണക്കിന് കാര്യങ്ങൾ പോകും. കോംപ്ലിക്കേഷൻസ് വരുമോ, ടെൻഷൻ ഉണ്ടാകുമോ, ഇത് മറ്റത് മറിച്ചത്, അവിടെ നിന്ന് ഇവിടെ നിന്ന് മരുതെന്ന് വെച്ചാൽ അങ്ങനെ ഓട്ടമൊന്നുമല്ല, എന്നാലും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഒരു ഭയങ്കരമായിട്ട് ഒരു പെയിൻ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അസൂയ തോന്നുന്നു. എനിക്കിതേപോലെ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. എനിക്ക് നിങ്ങൾ എത്ര പേര് അങ്ങനെ ഒരു പാർട്ട്ണർ പ്രസവിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ സംയമനത്തോടുകൂടി നിൽക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. ഡോക്ടേഴ്സാണ് ഇതെല്ലാം ചെയ്യുന്നത്, നമ്മൾ പുറത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ ഒരുപാട് കാര്യങ്ങളുടെ ചിന്തകളും ടെൻഷൻസൊക്കെ ആ സമയത്ത് വന്ന് മൂടുകയും വല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യും. എന്തായാലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാത്തത് വലിയ നല്ല കാര്യം. ഷെമീൻ്റെ നമ്പറും കൊടുത്തിട്ട് എൻ്റെ നമ്പറും കൊടുക്കുക. അപ്പോൾ ഇന്ത്യയിലേക്കാണ് വിളിച്ചത്, ഷെമീനെ വിളിച്ചില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഏതായാലും പെട്ടെന്ന് തന്നെ, കാരണം അധികം ലേറ്റ് ആക്കാനും പറ്റില്ലല്ലോ, കുട്ടിക്ക് കുറച്ച് പ്രായം, അതായത് 7 മാസത്തിൻ്റെ തുടക്കത്തിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തീരുമാനങ്ങൾ വേണമെന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ചത്. ഇനിയിപ്പോൾ വല്ല തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഏത് സമയത്താണ് നമ്മളെ കൺസൾട്ട് ചെയ്യാന്നുള്ളത് അറിയില്ല. ഏതായാലും ഞങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഒന്നും ഇല്ലാതിരിക്കട്ടെ, അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. പിന്നെ നോമ്പൊക്കെ അല്ലേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും റിസൾട്ടിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് സ്കാനിങ് കിട്ടിയതിന് ശേഷം കാണട്ടെ. ഓക്കെ, അപ്പോൾ ഏതായാലും ഞങ്ങൾ പിന്നെ റിസൾട്ടൊക്കെ കാണിച്ച്, റിസൾട്ട് കണ്ടിങ്ങാൻ്റെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ടെന്നാണ് വിളിച്ചെന്നാന്ന് പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും സത്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് തോന്നെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷെമിനെ ലേബർ റൂമിലേക്ക് മാറ്റിയിരിക്കണേ. അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റിക്കൊണ്ട് ഇപ്പോൾ ടൈം 8:30 അങ്ങനെ, ഞങ്ങളൊന്നും കഴിച്ചില്ല, ആകെ വെള്ളം കുടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഷെമിനെ ലേബർ റൂമിലേക്ക് മാറ്റി. പിന്നെ ഡോക്ടർ വരാൻ കുറേ ഇന്ന് ഭയങ്കരമായി തിരക്കുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും നോക്കണം. അപ്പോൾ ഡോക്ടറോട് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്താണ് ഒന്നുകൂടി. അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും കാണിക്കാം. പിന്നെ റിസൾട്ട് ഉള്ളത് ആർക്കും ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ, റിസൾട്ടിൽ എന്താണോ വന്നത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രതീക്ഷ സത്യത്തിൽ അസ്തമിച്ചെന്ന് തന്നെ പറയാം. പക്ഷേ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി. പ്രതീക്ഷ അസ്തമിച്ചു എന്ന് പറയുന്നത് ആ കുട്ടി ഇല്ലാതാവുക എന്നുള്ള കാര്യമാണോ? അത് അദ്ദേഹത്തിന് ഇത്രയും ഇതായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നെങ്കിൽ ഹീസ് എ സ്ട്രോങ് പേഴ്സൺ. ആറ്റുനോറ്റ് ഉണ്ടാവുന്നൊരു കുഞ്ഞ് 8 മാസം വയറിൻ്റെ അകത്ത് കിടക്കുമ്പോഴേ അതിനോടുള്ളൊരു ആത്മബന്ധം, അതിനോട് നമ്മൾ സംസാരിക്കും, അത് ഇങ്ങനെ വയറിലിങ്ങനെ തള്ളുന്നതും ഒക്കെ നമ്മൾ കാണും. നമ്മുടെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ്. അപ്പോൾ അതിന് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധാലുവായിട്ട് ഇവരുടെ കൂടെ തന്നെ നമ്മൾ ചിലപ്പോൾ കാണും. അങ്ങനെ ആ കുട്ടിക്ക്
ആ കുട്ടിയുടെ ആ ഒരു പൾസ് കുറയുന്നു, അല്ലെങ്കിൽ ആ കുട്ടി നമ്മളെ വിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല താങ്ങാൻ. സീരിയസ്ലി പറ്റത്തില്ല. രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കാര്യത്തിനകത്ത് വന്ന സമയത്ത് ചെറിയൊരു കോംപ്ലിക്കേഷനും എന്തോ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞപ്പോൾ പോലും ഒന്നുമില്ലായിരുന്നു, പറഞ്ഞപ്പോൾ പോലും ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വിഷമമുണ്ട്. അതന്ന് കണ്ട എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ടായിരുന്നു അവിടെ, അവർ കണ്ടിട്ടുള്ളവർക്കറിയാം. അത് അവസാനം അവനെ കൈ കിട്ടുന്നവരെ ഞാൻ അനുഭവിച്ച വേദന. അച്ഛന്മാരൊക്കെ വെറുതെ ഈ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അച്ഛന്മാർക്കൊന്നും ഇതൊന്നും കുട്ടികൾ പ്രസവിച്ച് വരുന്ന സമയത്തൊന്നും ടെൻഷനൊന്നും ഇല്ലെന്നൊക്കെ പലരും പറയും. പക്ഷേ ഞാനൊരു അച്ഛനാണ്, എനിക്ക് ടെൻഷൻ എന്നുള്ളത് കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി പ്രസവിക്കാൻ വേണ്ടിയിട്ട് കയറിയ ഭാര്യയെക്കാട്ടിലും പെയിൻ എനിക്ക് എൻ്റെ ബോഡിയിലുണ്ടായിരുന്നു ആ സമയത്ത്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അതെനിക്കറിയില്ല. കാരണം ഞാൻ അത്രമാത്രം എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു, അത്രമാത്രം എൻ്റെ ജീവനാണ്. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന് അവർ നഷ്ടപ്പെടുക എന്നുള്ളൊരു കാര്യം, ഇദ്ദേഹം നഷ്ടപ്പെടുന്ന എന്തോ എനിക്ക് മനസ്സിലാവുക. എനിവേ, ഹാറ്റ്സ് ഓഫ് യു ബ്രോ. ഇപ്പോൾ ഷെമി ബ്രോമിന്റെ അടുത്താണുള്ളത്. അപ്പൊ ഞാൻ ആ ടൈമിൽ ഇപ്പോൾ നോമ്പ് ഷെമിക്ക് നോക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഷെമി നോമ്പ് പറ്റിയില്ല. അപ്പോൾ എൻ്റെ പേര് മുബാസും ഉണ്ട്. മുബാസും ഒന്നും കഴിച്ചില്ല, ഞാനൊന്നും കഴിച്ചില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കുകയുമാണ്. പിന്നെ അതുപോലെ അലർജിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ളൊരു ഗുളിക ഉണ്ട്. അപ്പോൾ അതും ഈ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പെട്ടെന്ന് ഇട്ടറിഞ്ഞ് പോകുന്നതാണല്ലോ. അപ്പോൾ ഗുളിക മരുന്ന് ഒന്നും എടുത്തില്ല, സാധനങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ അപ്പോൾ ഫുഡും കഴിക്കണം, ഗുളിക കുടിക്കണം, പിന്നെ ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഫൈനലായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ചോദിക്കും. ബ്രോ, ഇത് എൻ്റെ ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്നൊരു ദേഷ്യം തോന്നരുത്. ഞാൻ ഇതുവരെ നിങ്ങളുടെ വീഡിയോ ചെയ്തിട്ടില്ല. എൻ്റെ വിശ്വാസം കറക്റ്റാണെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഒരിക്കലും വിശ്വാസം വേറൊന്നും തോന്നരുത്. ഈ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം, ഇപ്പം നിങ്ങൾ മനുഷ്യരെല്ലാവരും വിഷമം വന്നാലും സങ്കടം വന്നാലും ഭക്ഷണം കഴിക്കും, ഗുളിക കഴിക്കണം, ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഭാര്യ ലേബർ റൂമിലാണ്, കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരുന്നു. ഇതെല്ലാം ഉള്ള സമയത്ത് നിങ്ങളിങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് അത് ആ കാര്യം, ആ സംഭവം അങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴും നിങ്ങളിനി ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വരട്ടെ എന്നൊക്കെ നിങ്ങൾ പറയുന്നതിന് എനിക്ക് ആ ലോജിക്കലി മനസ്സിലാവും. ബിക്കോസ് നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങൾ സർവൈവ് ചെയ്തേ പറ്റൂ, എങ്കിലേ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളിത് ഇങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും സാഹചര്യത്തിൻ്റെ അകത്ത് പെയിൻഫുള്ളായിട്ട് വൈഫ് കിടക്കുന്നു, ആ കുഞ്ഞിൻ്റെ പൾസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഒരു ആസ് എ ഹ്യൂമൻ ബീങ് സർവൈവ് ചെയ്യുന്നുള്ള, നമ്മൾ ഇവോൾവ് ചെയ്യുന്ന ആൾക്കാരാണ്, സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. എവല്യൂഷനിൽ നമ്മൾ എന്താണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലേ, നമ്മൾ അങ്ങനെയാണ് സർവൈവ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതൊക്കെ സത്യമാണ്. അപ്പം പക്ഷേ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ ഇതിങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നെഗറ്റീവല്ല, അങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും, സമൂഹത്തിൻ്റെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് ഇത് ചിലപ്പോൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ചിലപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് അവരോട് വളരെ മാന്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും, ഇതൊക്കെയാണ് നടക്കുന്നത് എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റിൽ, ഇതൊക്കെയാണ് നടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പറയാൻ സാധ്യതയുള്ളതായിരിക്കും. ബട്ട് ആ ഒരു കാര്യം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതകളാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് വിവാഹം കഴിഞ്ഞ് ഇതുപോലെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്നവരാണ്. അവരൊക്കെ ഇത് കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് താങ്കളിപ്പോൾ കാണിക്കുന്നത് പോലത്തെ കാര്യം. വളരെ ഹെൽത്തി ആയിട്ടാണ്, നിങ്ങൾ ഒരു വിമർശനവും ഞാൻ വയ്ക്കുന്നില്ല. കാരണം ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ വേണ്ടി നിൽക്കുന്ന ഒരാളെ ഞാൻ എന്താ വിമർശിക്കാതിരിക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ കൺഫ്യൂഷനിലാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നേക്കെ റിസൾട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ എന്നാലും 1-2 ആൾക്കാരുടെ അടുത്ത് പോകുന്ന സമയത്ത് അതിൽ അങ്ങനെയൊക്കെ കേൾക്കലുണ്ട്. പക്ഷേ റിസൾട്ടിൽ 100% കാണുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനൊക്കെ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മല്ലാണ്ട്. സത്യം പറയുകയാണെങ്കിൽ ആവശ്യമില്ല ആശു ഒരു കുട്ടിനെ ബേബി എന്ത് പറയുകയാണെങ്കിലും ആശു പറയുക ബേബിനെ കിട്ടും, അങ്ങനെ പറയുള്ളൂ. ആശു കരച്ചിൽ വരെ മാറ്റൽ, ബേബി കാണുമെന്ന് അറിയുമ്പോൾ കരച്ചിൽ വരെ മാറ്റൽ. അപ്പോൾ ആശു എന്ന് പറയുന്ന കുട്ടി, എനിക്ക് ഇവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യും. ഇദ്ദേഹത്തിന് അവരിൽ വേറെ കുഞ്ഞുണ്ടോ അറിയില്ല, എനിക്കറിയത്തില്ല കേട്ടോ, അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ദയവേ ഇത് വേറെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ആശു എന്ന് പറയുന്ന കുട്ടി, അവർക്ക് ഓൾറെഡി 3 കുട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ വായിച്ച വീഡിയോയിൽ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൽ ആദ്യമായിട്ട് കുഞ്ഞ് ജനിക്കുന്നതാണോ അതൊന്നും അറിയത്തില്ല, എങ്കിലും ആ കുട്ടിയുടെ വറിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഓക്കെ, എന്ത് പറയുന്നില്ല, ഇപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ ഇനിയിപ്പോൾ ഒന്നും സത്യത്തിൽ എൻ്റെ പ്രതീക്ഷ ഏകദേശം ആ ഒരു എന്നെ വിളിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ എൻ്റെ പ്രതീക്ഷ ഏകദേശം ഇതായിരിക്കണം. പക്ഷേ ഈ റിസൾട്ട് കൂടിയും കണ്ടപ്പം 100 തന്നെ പറയുക. ഏതായാലും ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ, ഇനി എന്താ പറയുക 1-2 ഡോക്ടർമാരോട് ഒന്ന് നോക്കിയിട്ട് ഫൈനൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഏതായാലും ഷെമി ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ഒന്ന് കണ്ടിട്ട് ഷെമിക്ക് ഒന്നുകൂടി ഒന്ന് മൈൻഡ്, ഞാൻ പറഞ്ഞില്ല ഷെമിക്ക് ചെറിയ ഒരു ഡിപ്രഷൻ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ഒന്ന് അവിടെ ഇരിക്കുന്നത് ഒന്നുകൂടി കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ്. അതെ എന്താ എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയുമല്ലോ. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ഏതായാലും എന്താ ഇനിയിപ്പോൾ ഒന്നും വരാൻ നിൽക്കട്ടെ എന്ന് പറയാനുമില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും കാണുന്നാല്. ഓക്കെ, ഞാൻ ഏതായാലും ഫുഡ് എന്തെന്നാ നോക്കിയിട്ട്, പിന്നെ നോമ്പ് നോക്കണമല്ലോ, അപ്പോൾ എന്തെന്നാന്നൊക്കെ നോക്കട്ടെ, അതിനനുസരിച്ച് ഏതായാലും. ഓക്കെ, ഇത് ഇവിടെ കൊണ്ട് ആ വീഡിയോ തീരുകയാണ്. അപ്പം ഇതിന് ശേഷം കുട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും
മോള് സ്വർഗത്തിൽ നിങ്ങളെ കാത്തിരിക്കും എന്നൊക്കെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമൻറ്റ് കിടക്കുന്നത്. അയ്യോ ലൈക്ക് പോയോ പക്ഷേ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് ജസ്റ്റ് നോക്കാം. അള്ളാഹ് ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. എനിക്ക് 2 വിശേഷം ഉണ്ടായി. ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. 2.5 മാസം കഴിഞ്ഞപ്പോൾ അബോർഷനായി. എൻ്റെ കരച്ചിൽ കണ്ട് ഡോക്ടറാണ് എന്നെ ആശ്വസിപ്പിച്ചത്. ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട്, എന്തിനാടോ കരയുന്നത്, ചിലപ്പോൾ ദൈവം ഇതിനേക്കാൾ നല്ലത് തരാൻ വിധിച്ചിട്ടുണ്ടാകും. കുറേ ആയിട്ട് ആണ് പോകുന്നതെങ്കിൽ ഇതിനേക്കാൾ വേദനയാകും എന്ന് പറഞ്ഞു. ഞാൻ ഡിപ്രഷൻ്റെ അങ്ങേറ്റം വരെ എത്തേണ്ടതായിരുന്നു. പാവം എൻ്റെ ഇക്ക കുറേ കരഞ്ഞ് പിന്നെ എന്നെ ചേർത്ത് പിടിച്ച് സാരല്ലേടി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, കാലം പോയ പോക്ക്. സ്വന്തം ഭാര്യ അല്ലെങ്കിൽ മക്കൾ ഹോസ്പിറ്റൽ കേസുമായി മല്ലിടുമ്പോൾ മൊബൈലിൽ അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുന്ന, അതും ഒരു വരുമാന മാർഗ്ഗമായി കാണുന്ന മാനസികാവസ്ഥ വല്ലാത്ത അസുഖം തന്നെ. യാദൃശ്ചികമായി കണ്ടൊരു വീഡിയോ ആണ്. ജനനം മുതൽ മരണം വരെ ചിത്രീകരിച്ച് യൂട്യൂബിലിടുന്ന ലോകം. പണം വേണം, അതിനെന്ത് മാർഗ്ഗമായാലും കുഴപ്പമില്ല എന്ന് സ്വയം തീരുമാനിക്കുന്നു. 1.1K ലൈക്സ് ഒക്കെ ഉള്ള കമൻറ്റ് ആട്ടോ, അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ കിടക്കുന്ന കമൻറ്റ് ആട്ടോ. ഇത് ഞാൻ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യം ഒരു ശരാശരി മനുഷ്യൻ്റെ ഹൃദയമെടുപ്പ് കൂടും. ആരോടും, അത് കറക്റ്റാണ്, ആരോട് സംസാരിക്കാൻ പോലും പറ്റാണ്ടാകും. ദൈവത്തോട് മാത്രമായിരിക്കും മനസ്സ് തുറന്ന് സംസാരിക്കുക. എന്നാൽ ഇപ്പോൾ ആദ്യം യൂട്യൂബ് തുറന്ന് ഒരു റീൽ അങ്ങോട്ടും അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ വന്നേ, അമ്മയ്ക്കിങ്ങനെ വന്നേ, അമ്മയ്ക്കിങ്ങനെ വന്ന്, അച്ഛന് സുഖമില്ല, എന്തൊക്കെ പ്രഹസനങ്ങളാണ്. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കേവലം റീൽസിലേക്ക് മാത്രം ഒതുങ്ങി. എന്തൊരു ആർത്തിയാണ് പണത്തിന് ഭാരതിക്ക് വരുന്നത്. ഈ പ്രായത്തിൽ കുഞ്ഞുണ്ടാകുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. അതൊക്കെ നാട്ടുകാർ അറിയിക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നു. ചില തെറ്റുകൾക്ക് ദൈവം ഇവിടെ വച്ച് തന്നെ പണി തരും. ലൈക്കും സബും ഭാര്യയും ഗർഭവും കൂടി ആകുമ്പോൾ മതവും ദൈവവും എന്നുള്ള ഭക്തി കുറയും. എന്നിട്ട് ഇവർക്കല്ലാത്ത ഓക്കെ. എനിവേ, എന്തായാലും മോൾ സ്വർഗത്തിൽ നിങ്ങളെ കാത്തിരിക്കും എന്നൊക്കെ പറയുന്നു. IF കഴിഞ്ഞിരിക്കുകയാണ്. എനിവേ, ഇതാ സംഭവം. അപ്പം ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു റിസൾട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഇതിനകത്ത് ഓക്കെ, ഇതിനകത്ത് അവരുടെ പോസ്റ്റ് വന്നു കേട്ടോ. ഓക്കെ, ഇൻഷാ അള്ളാ ഷെമി പ്രസവിച്ചു. അല്ല, ഇന്നിലാഹ. ഓക്കെ, ഇൻഷാ അള്ളാ കേട്ടോ. ഇന്നിലാഹ, എനിക്ക് അറബി അധികം അറിയില്ല. ഇന്നാലില്ല. ഓക്കെ. എന്തായാലും ക്ഷമിക്കണേ, എനിക്ക് ഇതിനെക്കുറിച്ചുള്ള അർത്ഥങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇന്നാലില്ല. ഇല്ലഹ. ഓക്കെ, ഷെമി പ്രസവിച്ചു, പെൺകുഞ്ഞായിരുന്നു, അപ്പോൾ തന്നെ മരിച്ചു. എല്ലാവരും ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കുന്നു. ഓക്കെ, ഷെമി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ വേദന എത്രത്തോളം, ഒരു അമ്മയുടെ വേദന, കുഞ്ഞിൻ്റെ വയറിൽ ഇടം കൊടുത്ത ഒരു സ്ത്രീയെ, അവരുടെ ജീവനാണത്. അത് പോകുന്ന സമയത്ത് ആ ഒരു സ്ത്രീയുടെ ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല. മറ്റു കുഞ്ഞുങ്ങളുണ്ടെങ്കിലും വയറിനകത്തൊരു കുഞ്ഞ് ജനിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ അവരുടെ എന്താ പറയുക, വസന്തകാലമാണ് ആ കുഞ്ഞ് വരുന്നത് വരെ. ആ ഒരു പൂവ് കായായി ആ നമ്മളെ ഫലമായിട്ട് മാറുന്നത്, അതിന് വേണ്ടിയിട്ടുള്ളൊരു 8-9 മാസം ആ ഒരു അവസ്ഥ ഒരു സ്ത്രീക്ക് മാത്രമേ മനസ്സിലാവൂ. ഞാൻ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് എൻ്റെ അമ്മയുടെ ഇത് കണ്ടിട്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ വീട്ടിൽ ബഹുദൂരവും ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ അമ്മയെക്കുറിച്ച്. സീരിയസ്ലി, സ്ത്രീകളെ എവിടെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ എന്നെ പഠിക്കാനുള്ള കാരണം എൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പേറ്റുനോവും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എന്നെ പ്രസവിച്ച കഥ അമ്മ പറയും, ചേട്ടനെ പ്രസവിച്ച കഥ പറയും. അതിന് മുമ്പ് എൻ്റെ അമ്മ ചേട്ടനും എനിക്ക് മുമ്പ് ആദ്യം ഒരു കുഞ്ഞുണ്ടായിരുന്നു, ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ മരണപ്പെട്ട കാര്യം അമ്മ പറയും. അത് ഞങ്ങൾ 3 പേരാണ്. അതിൽ ഏറ്റവും മുതിർന്ന ആൾ, ഏറ്റവും മൂത്ത ആൾ ഈ ജീവനോടെ ഇല്ല. എൻ്റെ അമ്മ ആ കാര്യം പറയുമ്പോൾ അമ്മയുടെ കണ്ണിൽ ഇന്നും ഒരു കണ്ണുനീര് വരും. അവൻ ചിലപ്പോൾ നമ്മുടെ കൂടെ കാണുമെന്നൊക്കെ അമ്മ വിഷമത്തോടെ പറയും. അതുപോലെ ഈ അബോർഷൻ ആയിരുന്ന മിക്ക ആൾക്കാർ അതിനെക്കുറിച്ച് ഇങ്ങനെ അവർക്ക് പറയാൻ ഒരുപാട് വേദനകളുണ്ടാകും. ഇതൊരു വേദനയായിട്ട് മാറിപ്പോയി. എന്തായിരുന്നാലും അവരുടെ വേദനയിൽ നമുക്ക് പങ്കുചേരാം. അതോടൊപ്പം തന്നെ ആ കുട്ടിക്കും എന്തായാലും കോംപ്ലിക്കേഷൻസ് അന്ന് കാണും. അതാണ് നമ്മളോട് പറഞ്ഞത്, കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ എല്ലാം ഒരുക്കി വെക്കരുതെന്ന്. അള്ളാ ക്ഷമ ആകട്ടെ. വിഷമിക്കേണ്ട, നാളെ സ്വർഗത്തിൽ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകും ആ മോള്. നാഥൻ നിങ്ങളെ ആ പൊന്നുമകൾ ഇന്നാലില്ലാഹി വാ ഇന്നാ ഇലൈഹി. ഓക്കെ, എനിക്കറിയത്തില്ല. ഷെമി വിഷമിക്കരുത്. പരിശുദ്ധ റമളാനിൽ ഓക്കെ, നിങ്ങളുടെ പൊന്നുമോൾ സ്വർഗത്തിലെ മാലാഖയാണ്. ഓക്കെ, നാളെ ആഖിറത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായി എന്ന് ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം. അള്ളാഹു റമളാൻ മാസത്തിൽ ഇതിന് പകരം ആരോഗ്യമുള്ള 2 കുട്ടികൾ ഈ ഷെമിക്ക് തന്നെ നിനക്ക് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒന്നിന് പകരമാകില്ല ഒന്നും. എന്തായിരുന്നാലും ഇദ്ദേഹത്തിനെ വിമർശിക്കാനോ ഇദ്ദേഹത്തിന് കുറ്റം പറയാനോ ഒന്നും ഞാനില്ല. ബട്ട് അവർ ചിലപ്പോൾ സാഹചര്യം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ, ഇയാളെ നമുക്ക് വേണമെങ്കിൽ കുറ്റപ്പെടുത്താം, ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അയാൾ ചെയ്തതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ
ഇപ്പോൾ അദ്ദേഹത്തിനെ കാണുന്ന ആൾക്കാരോട് ഇനി എത്രമാത്രം ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ പ്രസവത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസൊന്നും കണ്ടിട്ടില്ല. പ്രസവത്തിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങളുമായിട്ടൊക്കെ അതുമായിട്ട് മുൻ പ്രസവ രക്ഷയോ അല്ല പ്രസവ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങളെ മുമ്പിൽ അതിൻ്റെ സീരീസ് പോലെയൊക്കെ വീഡിയോസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ നിങ്ങളെ ഇത് അറിയിക്കണമെന്നുള്ള ധാരണ കൊണ്ടായിരിക്കാം മേ ബി ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ആ സമയത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യത്തിന് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. എന്നെക്കൊണ്ടൊന്നും ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ പോയിട്ട് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല. ഓക്കെ, അദ്ദേഹം കഴിച്ചതിന് തെറ്റൊന്നുമില്ല. അദ്ദേഹം ഒന്നാമത് നോമ്പ് കാലമാണ്. അപ്പം നോമ്പ് എടുക്കുന്ന സമയത്ത് അവരെ ഭയങ്കരമായിട്ട് ടയേർഡാവും, ഡീഹൈഡ്രേറ്റഡ് ആവും, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ ഇത്രയും കാര്യങ്ങൾ ആക്റ്റീവായിട്ട് നോക്കുകയും വേണം. അതൊക്കെ നിങ്ങൾ അറിയിച്ചു. അതുകൊണ്ട് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ സർവൈവ് ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചുകൂടാന്നൊന്നും പറയാനും പാടില്ല. പിന്നെ ഈ ഒത്തിരി ലേറ്റായിട്ട് അഥവാ പ്രായം ഒരുപാട് ആയതിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡോക്ടറൊക്കെ എന്തായാലും കഴിഞ്ഞ കാര്യത്തിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഒന്നുമില്ല, എനിക്ക് അവരെ കുറ്റപ്പെടുത്താനൊന്നുമില്ല കേട്ടോ. കാരണം അവരുടെ വേദന അവർക്ക് അറിയും. നമ്മളതിനകത്ത് എന്ത് പറയാനാണ്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വേണ്ടിയാണ് റീസ്.